قال الله سبحانه وتعالى في القرآن المجيد: أعوذ بالله السميع العليم من الشيطان الرجيم. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. صدق الله العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. أنا لست خائبا لملي في غروب شمس اليوم عملي في شروق الشمس غدا. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പവിത്രമായ അനുഗ്രഹീതമായ വെള്ളിയാഴ്ച ദിവസത്തിൽ നാം അല്ലാഹുവിൻ്റെ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ സജ്ജനങ്ങൾക്ക് വേണ്ടി, സ്വാലിഹീങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്ന സ്വർഗീയ ആരാമങ്ങളിൽ അല്ലാഹു നാം എവരെയും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ചയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് എത്ര നേരത്താണോ നാം പള്ളിയിലേക്ക് വന്നത്, അതുപോലെ നാളെ മഹ്ശറുടെ വിചാരണയിൽ നിൽക്കുമ്പോൾ അള്ളാഹു എത്രയും വേഗം നമ്മുടെ ഹിസാബ് എളുപ്പമാക്കി ആ സ്വർഗത്തിൽ ആദ്യമായി ചെന്ന് ചേരുന്നവരിൽ അള്ളാഹു നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ സർവ അപരാധങ്ങളെയും തെറ്റുകുറ്റങ്ങളെയും കാരുണ്യവാനായ അല്ലാഹു അവൻ്റെ വിശാലമായ കരുണയുടെ പേരിൽ നാം എവർക്കും വിട്ടുകൊടുത്തു മാപ്പ് നൽകുമാറാകട്ടെ. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ ഒക്കെ സംഭവിച്ചു പോയിട്ടുള്ള സർവ അപരാധങ്ങളും അല്ലാഹു കാരുണ്യവാനായ റബ്ബ് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം അല്ലാഹുവിൻ്റെ തൃപ്തിയിലായി, പൊരുത്തത്തിലായി ജീവിക്കുവാനും അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സന്ദർഭം പരിശുദ്ധ കലിമ ചൊല്ലി പൂർണ്ണ മുഅ്മിനായി സ്വർഗീയ അവകാശികളിൽ ഉൾപ്പെട്ട് മരണപ്പെടുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നാം ഉൾപ്പെടെ ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, രോഗങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലുകളിൽ, വീടുകളിലൊക്കെ കഴിഞ്ഞുകൂടുന്നവരുണ്ട്. നമ്മളിൽ പലരും പല രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. അല്ലാഹു എല്ലാവിധ പ്രയാസങ്ങളും മാറ്റി തരുമാറാകട്ടെ. ശരീരത്തിന് ആയുരാരോഗ്യവും സിഹ്ഹത്തും ഖുവ്വത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. കഷ്ടതകൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ശാന്തിയും സമാധാനവും നിർഭയത്വവും അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ട് ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറാളികൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ പള്ളിയുമായി ചുറ്റുപെട്ട് കിടക്കുന്ന ഖബർസ്ഥാനുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ, അതുപോലെ തന്നെ നാടിൻ്റെ പല ഭാഗങ്ങളിലായി നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവരൊക്കെയുണ്ട്. അവർക്കൊക്കെ അല്ലാഹു
മഗ്ഫിറത്ത് മർഹമത്ത് നൽകി ഖബറിനെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരങ്ങളെ, ബഹുമാനികളെ, എല്ലാവരും ഇഅ്തികാഫിന്റെ നിയ്യത്ത് കരുതുക. കാരണം ഓരോ നിമിഷവും നമുക്കത് ഇബാദത്തായി മാറണമെങ്കിൽ നമ്മുടെ നിയ്യത്ത് ശരിയാകണം എന്നുള്ളതാണ്. പള്ളിയിലിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്നും പ്രതിഫലം ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നാം ഇരിക്കണമെങ്കിൽ നമ്മുടെ ഓരോ നിമിഷവും അത് ഇബാദത്താണ്, തസ്ബീഹിന്റെ പ്രതിഫലമാണ്. മാത്രവുമല്ല മലക്കുകളുടെ ദുആയും ഉണ്ടാകും. അതുകൊണ്ട് എല്ലാവരും നവൈത്തുൽ ഇഅ്തികാഫ മാ ദുംതു ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല എന്ന് പറയുക. അത് എപ്പോഴല്ല, എപ്പോഴും ജീവിതത്തിൽ എപ്പോഴും നാം പള്ളിയിൽ കയറുമ്പോൾ ഞാൻ ഇരിക്കുന്ന സമയം എത്രയാണോ അത്രയും സമയം അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത്, അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തി, പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു എന്ന് കരുതിയിരുന്നാൽ അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അനുഗ്രഹീതമായ അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസം നമ്മിൽ നിന്നും വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ജനനത്തിൻ്റെ മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ റബീഉൽ അവ്വൽ വിട പറയുമ്പോൾ ആ റബീഉൽ അവ്വൽ പ്രവാചകൻ മാനവികതയുടെ ദാർശനികൻ എന്നുള്ള ശീർഷകത്തിൽ, അല്ലെങ്കിൽ പ്രവാചകൻ കാരുണ്യത്തിന്റെ പ്രവാചകൻ എന്ന ശീർഷകത്തിൽ, അങ്ങനെ വ്യത്യസ്തമായ പ്രവാചകന് ഇണങ്ങുന്ന ചേരുന്ന വിശേഷണ നാമങ്ങൾ ഇട്ടുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പ്രവാചക പ്രേമികൾ, സ്നേഹികൾ ആ പ്രവാചകന്റെ ജീവിതത്തെ അനുസ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റബീഉൽ അവ്വൽ നമ്മിൽ നിന്നും വിട പറയുമ്പോൾ ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊന്ന് പുനർവിചിന്തനം ചെയ്യേണ്ട ഒരു നിമിഷം കൂടിയാണ്. ഈ റബീഉൽ അവ്വൽ മാസം വന്നപ്പോൾ ആ പ്രവാചകന്റെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ എനിക്ക് ആ പ്രവാചകനെ കുറിച്ച് എത്ര പഠിക്കാൻ കഴിഞ്ഞു, മനസ്സിലാക്കാൻ കഴിഞ്ഞു, ആ പ്രവാചകന്റെ ദിനചര്യകൾ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു, ആ പ്രവാചകന്റെ മേൽ എത്രത്തോളം സ്വലാത്തുകൾ ചൊല്ലാൻ കഴിഞ്ഞു, ആ പ്രവാചകന്റെ മധുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര പേരെ എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞു, എത്ര പേർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞു, അതിൽ എത്ര സാമ്പത്തികമുണ്ട്, ആ സാമ്പത്തികമായി ഞാൻ ആ പ്രവാചകന്റെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിൽ അള്ളാഹു നൽകിയ സാമ്പത്തികം അത് ഞാൻ എത്രത്തോളം ചെലവഴിച്ചു എന്നൊക്കെ ചിന്തിക്കേണ്ട ഒരു നിമിഷം കൂടിയാണ്. കാരണം പ്രവാചകനോടുള്ള സ്നേഹം, സഹോദരങ്ങളെ, ബഹുമാനികളെ, അതൊരിക്കലും നമ്മൾ നാവുകൊണ്ട് പറഞ്ഞു തീർക്കേണ്ടതല്ല. മറിച്ച് ആ പ്രവാചകനെ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് ആ പ്രവാചകനോടുള്ള സ്നേഹവും ആ മുഹബ്ബത്തും ഒക്കെ അതിൻ്റെ യഥാർത്ഥ അനുയായികൾ എന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ഖുത്ബകളിലൊക്കെ ആ പ്രവാചകനെ സംബന്ധിച്ച് വിവിധ പഠന റിപ്പോർട്ടുകൾ, പല ഗ്രന്ഥങ്ങളുടെ ഉദ്ധരണികൾ ഒക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് ഖുർആൻ പറയുമ്പോൾ സർവ്വലോകത്തിനും അനുഗ്രഹമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ഖുർആൻ ഒരു കാര്യം പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ പ്രവാചകന്റെ ജീവിതത്തിലുള്ള റഹ്മത്ത്, കരുണ എന്തായിരുന്നു എന്ന് നാം പഠിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, പ്രവാചക ലബ്ധിക്ക് ശേഷമുള്ള പ്രവാചകന്റെ ആ പ്രബോധന കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ അനുഭവിച്ച പ്രയാസങ്ങൾ, ത്യാഗങ്ങൾ എത്രയാണ്. ആ പ്രവാചകനെ കുറിച്ച്
അപവാദങ്ങളും അപരാധങ്ങളും അപഖ്യാതികളുമൊക്കെ സത്യനിഷേധികൾ പടച്ചു വിടുമ്പോഴും അത് കേട്ട് വിശ്വസിച്ച പലരും അവസാനം ആ പ്രവാചകന്റെ സാമീപ്യവും സമീപനവും കാണുമ്പോൾ അവർ അത്ഭുതപ്പെട്ടുകൊണ്ട് അവസാനം ഇസ്ലാമിലേക്ക് വരുന്ന കാഴ്ചകളാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവാചകനെത്തിക്ക് ശേഷം അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മക്കയുടെ ഒരു വിജനമായ ഭാഗത്തു കൂടി നടന്നു പോവുകയാണ്. നടന്നു പോകുന്ന സന്ദർഭത്തിൽ ഒരു ജൂത മതത്തിൽപ്പെട്ട ഒരു സ്ത്രീ, നിങ്ങൾ കേട്ടിട്ടുള്ള സംഭവങ്ങളാണ് എങ്കിൽ കൂടിയും അതിലുള്ള ചില കണ്ടന്റുകൾ നാം മനസ്സിലാക്കാൻ, ജൂത മതത്തിന്റെ അനുയായിയായ അഥവാ അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ഈസ അലൈഹിസ്സലാം. അതിനു മുമ്പ് മൂസ നബി അലൈഹിസ്സലാം. ആ മൂസ നബി അലൈഹിസ്സലാമിയുടെ ദഅവത്തിൽ നിന്നും വഴിതെറ്റി പിന്നീട് പ്രവാചകന്മാരെ അള്ളാഹുവിന്റെ മക്കളാക്കി കൊണ്ട് ആരാധനാ സംവിധാനത്തിൽ കൂടിയൊക്കെ വഴിതെറ്റിപ്പോയ ഒരു സമൂഹമാണ്. ആ ജൂത സമൂഹത്തിന്റെ പിന്തലമുറയിൽപ്പെട്ട ഒരു ജൂത സ്ത്രീ, വയോവൃദ്ധയായ സ്ത്രീ മക്കയിൽ കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. അവർക്ക് താങ്ങാൻ കഴിയുന്നതിലപ്പുറം വെയിറ്റുള്ള ഒരു വലിയ വിറകുകെട്ടുമായിട്ടാണ് ആ സ്ത്രീ നടന്നു പോകുന്നത്. വാർദ്ധക്യം ബാധിച്ചു, അനാരോഗ്യം കൊണ്ട് ഒക്കെ അവർക്ക് താങ്ങാൻ കഴിയുന്നതിലപ്പുറം ഒരു വലിയ വെയിറ്റുള്ള വിറകുകെട്ടാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്ത്രീയുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ആ മാതാവിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അല്ലയോ അമ്മ, ആ വിറകുകെട്ട് ഇങ്ങ് തരൂ, ഞാൻ എൻ്റെ ചുമലിൽ കയറ്റി നിങ്ങളുടെ വീട്ടിന്റെ പടിക്കൽ കൊണ്ട് വെച്ച് തരാം. അവർ പറഞ്ഞു, വേണ്ട മോനെ, ഇത് ഞാൻ തന്നെ കൊണ്ടുപോകാം. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവരുടെ ആ ഒരു അനാരോഗ്യ അവസ്ഥ കണ്ടിട്ട് പ്രവാചകനെ വല്ലാതെ വേദനിച്ചു. അവസാനം നിർബന്ധിച്ച് പ്രവാചകൻ അവരിൽ നിന്നും ആ വിറവുകെട്ട് വാങ്ങി പ്രവാചകന്റെ തോളിലേന്തി പ്രവാചകൻ അവരുടെ വീട്ടുപടിക്കൽ കൊണ്ട് വെച്ചു കൊടുക്കുകയായിരുന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതം അവിടുന്ന് സന്ദേശമായിരുന്നു എന്നുള്ളതാണ്. ആ പ്രവാചകന്റെ ജീവിത സന്ദേശമാണ് കണ്ടിട്ട് ഇസ്ലാമിലേക്ക് ആൾക്കാർ വന്നത്. അല്ലാതെ മറ്റുള്ളവർ പ്രചരിപ്പിക്കുന്നത് പോലെ വാളുകൊണ്ടല്ല ഇസ്ലാം പ്രചരിപ്പിച്ചത്. അത് ഇസ്ലാമിന്റെ ശത്രുക്കൾ അന്നും ഇന്നും പ്രബോധനം ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ചരിത്രത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഇത്തരം ആധികാരികമായുള്ള ചരിത്രങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അവസാനം പടിവാതിൽക്കൽ ആ വിറകുകെട്ട് പ്രവാചകൻ അവിടെ കൊണ്ട് വെച്ചിട്ട് തിരിച്ചു മടങ്ങുന്ന സന്ദർഭം അവർ വിളിക്കുകയാണ്, മോനെ, നീ എവിടെയാണ് താമസിക്കുന്നത്? അവർ പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മ, ഞാൻ താമസിക്കുന്നത് മക്കയിലാണ്. അവർ അത്ഭുതത്തോടെ ചോദിച്ചു, മക്കയിൽ നിന്നെപ്പോലൊരു മാലാഖയായ മനുഷ്യൻ, ഇത്രയും നല്ലൊരു മനുഷ്യൻ, വ്യക്തിത്വമുള്ള ഒരാള് മക്കയിലുണ്ടോ? കാരണം പരസ്പരം പോരടിച്ചും കൊലവിളിച്ചും അക്രമികാരികളായ ആ അറബികളുടെ ഇടയിൽ നിന്നെപ്പോലെയൊരു യുവാവും. അവരത്ഭുതപ്പെടുകയാണ്. അവസാനം അവർ കൊടുത്തൊരു ഉപദേശമുണ്ട്, പോലെ മക്കയുടെ പ്രദേശങ്ങളിലെല്ലാം ഒരു മുഹമ്മദ് എന്നൊരു മനുഷ്യൻ ചുറ്റി നടക്കുന്നുണ്ട് കേട്ടോ. അദ്ദേഹം നമ്മുടെ ജൂത സമൂഹത്തെയും സമുദായത്തെയും മുൻ പ്രവാചകന്മാരെയൊക്കെ അപരാധങ്ങൾ പറയുകയും അങ്ങനെ തൻ്റെ ഒരു പുതിയ ദർശനവുമായി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഗണത്തിലൊന്നും നീ പെടല്ലേ എന്ന് ഉപദേശം കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു, ഉമ്മാ, നിങ്ങൾ പറയുന്ന മുഹമ്മദ് ഞാനാണ്. നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങളുടെ മുമ്പിലേക്ക് പല അപവാദങ്ങളും അപരാധങ്ങളും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സമുദായങ്ങൾ പ്രചരിപ്പിച്ച ആ കിംവദന്തി നിങ്ങൾ കേട്ടിട്ടല്ലേ ഈ പറയുന്നത്? നിങ്ങൾ പറഞ്ഞ മക്കയിലെ ആ അറബി
കുലത്തിലെ ആ വർഗത്തിലെ പെട്ട ആളാണ് ഞാൻ, എൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. അവർ ആ നിമിഷം പറഞ്ഞു, നീ തൗറാത്തിലും ഇഞ്ചീലിലുമൊക്കെ എഴുതപ്പെട്ട ആ അന്തിമാചാര്യൻ നീ തന്നെയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക മുഹമ്മദ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ചതായി ചരിത്രങ്ങളിൽ, തങ്കത്താളുകളിൽ, ചരിത്രത്തിന്റെ ലിപികളാൽ എഴുതപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ചരിത്രങ്ങളാണ്. സഹോദരങ്ങളെ, ബഹുമാനികളെ, നാം മനസ്സിലാക്കണം, ഇങ്ങനെ ഓരോ സംഭവങ്ങൾ പ്രവാചകനെ കുറിച്ച് പഠിക്കുമ്പോൾ ആ പ്രവാചകൻ ഭൂമിയിലുള്ള സഹജീവികളായ മനുഷ്യരോട് കാണിച്ച കാരുണ്യം, ജന്തുജീവജാലങ്ങളോട് കാണിച്ച കാരുണ്യം, അതൊക്കെയാണ് കാരുണ്യത്തിന്റെ റഹ്മത്ത് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാലോ, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനത്തിന്റെ ആദ്യത്തെ കാലഘട്ടങ്ങളിൽ അള്ളാഹിന്റെ റസൂലിന് ഒരുപാട് പീഡനങ്ങൾ, യാതനകൾ, പ്രയാസങ്ങൾ, തൻ്റെ അനുചരന്മാർക്കുണ്ടായ പ്രയാസങ്ങളൊക്കെ നമുക്ക് കേട്ടവരാണ് ചരിത്രങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളുണ്ട്. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനം ഒരുപാട് പീഡനങ്ങൾ, യാതനകളൊക്കെ വന്നപ്പോൾ അള്ളാഹിന്റെ റസൂല് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകാൻ അള്ളാഹുവിന്റെ കൽപ്പന വരികയാണ്. കാരണം ഹിജ്റ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ വലിയൊരു ഉയർച്ചയ്ക്ക് നിദാനമായ ഒരു കാര്യമാണ് പാലായനം എന്ന് പറയുന്നത്. കാരണം ഈ നാട്ടിൽ ചിലപ്പോൾ നമ്മളെ അംഗീകരിക്കുകയില്ല. നമ്മൾ എന്തെങ്കിലും വലിയൊരു ആളായി വന്നാൽ പോലും അത് ഇന്ന ആളുടെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയും പോലെ നാട്ടില് നമ്മൾ എപ്പോഴും നമ്മളത് എത്ര വലിയ ആളായാലും അത്രയ്ക്ക് ഇത്ര വില കൊടുക്കുകയുള്ളൂ. അപ്പോൾ അവിടെ നിന്നൊന്ന് മാറി മറ്റൊരു പ്രദേശത്തേക്ക് പോകുമ്പോൾ അവിടെ നാം മറ്റൊരു വ്യക്തിത്വമായി, മറ്റൊരു സമൂഹത്തിലെ അംഗമായി, നമുക്ക് നൽകുന്ന റെസ്പെക്റ്റും ആദരവും അത് വേറൊന്നാണ്. അത് ഹിജ്റ നമ്മെ വല്ലാതെ സമൂഹത്തിന്റെ ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക് നിദാനവും ഉയർച്ചയ്ക്ക് നിദാനവും ഒക്കെയാണ് ഹിജ്റ എന്നതാണ് പ്രവാചകന്റെ ഹിജ്റയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ 13 വർഷം പ്രബോധനം ചെയ്തു. ഒരുപാട് പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന വരുന്നു മദീനയിലേക്ക് പാലായനം ചെയ്യാൻ. അങ്ങനെ മദീനയിലേക്ക് പോകുന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയുടെ അടുക്കലേക്ക് ചെന്നിട്ട് അവിടെ 2 റക്അത്ത് നമസ്കരിക്കാനുള്ള വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു പ്രവാചകൻ. അന്ന് കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായിരുന്നു പാരമ്പര്യമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ആ പാരമ്പര്യം അവകാശപ്പെടുന്ന വലിയൊരു കുടുംബമായിരുന്നു അശ്ശൈബ കുടുംബം. ആ കുടുംബമാണ് കഅബ ശരീഫിന്റെ താക്കോല് സൂക്ഷിപ്പുകാർ. അതിലെ പിൻതലമുറയിൽപ്പെട്ട ആളായിരുന്നു ഉസ്മാൻ ഇബ്നു തുൽഹ. ചരിത്രം പഠിക്കുന്ന സഹോദരങ്ങളെ, ഉസ്മാൻ ഇബ്നു തുൽഹ എന്ന ആ മനുഷ്യനായിരുന്നു കഅബയുടെ പരിപാലനവും അതിന്റെ താക്കോൽ കൂട്ടവും സൂക്ഷിച്ചിരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ ഉസ്മാൻ ഇബ്നു തുൽഹയുടെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ പോകുകയാണ്, എൻ്റെ നാടിനോട്, ഞാൻ ജനിച്ചു വളർന്ന ഈ നാടിനോട് വിട പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ നിന്നും വിട പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. ആ കഅബയിൽ കയറി എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കണമെന്ന് അദ്ദേഹം ഉസ്മാൻ ഇബ്നു തുൽഹയോട് പറഞ്ഞു, ആ കഅബയുടെ ചാവി ഒന്ന് തരുമോ എന്ന്. ഉസ്മാൻ ഇബ്നു തുൽഹ പരിഹസിച്ചുകൊണ്ട് പ്രവാചകനെ ആക്ഷേപിക്കുന്നു. പക്ഷേ നിറകണ്ണുകളോടെ താക്കോൽ കൊടുത്തില്ല. പ്രവാചകൻ നിറകണ്ണുകളോടെ അവിടെ നിന്ന് പറഞ്ഞു, ഉസ്മാൻ, ഇനിയൊരു കാലം വരും. ആ കാലഘട്ടത്തിൽ ഈ താക്കോല് ആരുടെ കയ്യിലാണ് എന്ന് തീരുമാനിക്കുന്ന ഒരു കാലം അള്ളാഹു എനിക്ക് സംജാതമാക്കും. അന്ന് ഞാൻ തീരുമാനിക്കും ഈ കഅബയുടെ താക്കോൽ ആർക്ക് നൽകണമെന്ന് തീരുമാനിക്കുന്ന കാലം വിദൂരമല്ല ഉസ്മാൻ എന്ന് അല്ലാഹുവിന്റെ റസൂൽ നിറകണ്ണുകളോടെ ആ മനുഷ്യനോട് പറയുക.
എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് വിട പറഞ്ഞു, ജനിച്ച നാട്ടിൽ നിന്നും വിട പറഞ്ഞു, മദീനയിൽ പോയി. അള്ളാഹുവിന്റെ റസൂലിനെ ആ മദീന നിവാസികൾ സ്വീകരിച്ചു. ബഹുമാനപ്പെട്ട മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സ്വഹാബികൾ, പ്രവാചകന് മുമ്പേ പാലായനം ചെയ്ത സ്വഹാബിയാണ്. അവിടെ ചെന്ന് പ്രബോധനം ചെയ്തു. നൂറുകണക്കിന് വിശ്വാസികളായി, പിന്നീട് അത് 1000-ആയി. അങ്ങനെ ഒരുപാട് വിശ്വാസി, ഒരു വലിയ ജനസഞ്ചയം മുഴുവൻ അള്ളാഹിന്റെ റസൂലിനെ അനുസരിക്കുന്ന ഒരു വിശ്വാസികളായി, അള്ളാഹുവിനെ അനുസരിക്കുന്ന സത്യദീന അടിയുറച്ച വിശ്വാസികളായി. അങ്ങനെ അള്ളാഹിന്റെ റസൂൽ മദീന മുഴുവൻ അള്ളാഹിന്റെ റസൂലിന്റെ കീഴിൽ വന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും അധികാരത്തിന് വേണ്ടിയല്ല, മറിച്ച് ആ നാട്ടിലുള്ള എല്ലാ മനുഷ്യരും ധാർമ്മിക മൂല്യങ്ങളുള്ള ഒരു സമൂഹത്തെ വാർത്തെടുത്തു എന്നുള്ളതാണ്. സഹോദരനെ മനസ്സിലാക്കണം, നമ്മളെ വീട്ടില് നമ്മൾ ഗ്രഹനാഥനാണ്. നമ്മുടെ ഭാര്യയും മക്കളെയും വേണ്ടപ്പെട്ടവരെ കുടുംബക്കാരെ പോലും കൂട്ടി നിർത്താൻ നമുക്ക് കഴിയുന്നില്ല. അപ്പോൾ ആ പ്രവാചകന്റെ വ്യക്തിത്വം അക്രമകാരികളും ദുർനടപ്പുകാരുമായ ഒരു സമൂഹത്തെ മുഴുവൻ മാറ്റിയെടുത്ത ആ പ്രവാചകന്റെ ആ വ്യക്തിത്വം എത്ര നമ്മൾ പ്രശംസിക്കണം സഹോദരൻ. അത്ഭുതമാണ്. ചരിത്രത്തിലെ ഒരേ ഒരു മനുഷ്യൻ എന്ന് മൈക്കിൾ എച്ച് ഹാർട്ട് പറഞ്ഞ ആ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ അത്ഭുതകരമായ ജീവിതം അവസാനം മക്കയൊക്കെ കീഴടക്കി, മക്കയൊക്കെ പ്രവാചകൻ അധീനമായി. അവസാനം പ്രബോധനം മദീനയിൽ നിന്നും മക്കയിലേക്ക് വ്യാപിക്കുന്നു. മക്കയും ഫതഹായ, മക്കയും മുഴുവൻ മുസ്ലിങ്ങളായി. വളരെ തുച്ഛമായ ആൾക്കാർ മാത്രമാണ് സത്യനിഷേധികളായി കഴിഞ്ഞത്. കാഫിർ എന്ന് പറയും. കാഫിർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയേണ്ട, ഈ മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റുള്ളവരെല്ലാം കാഫിർ എന്ന് പറയുന്നത്. ഇതാണ് കാഫിർ എന്ന് പറഞ്ഞാൽ സത്യത്തെ അറിഞ്ഞിട്ട് മറച്ചു വെക്കുന്നതിനാണ് കാഫിർ എന്ന് പറയുന്നത്. മറച്ചു വെക്കുക. ഒരാൾ പറയുന്ന കാര്യം സത്യമാണെന്നറിയാം, പക്ഷേ ചില ഭൗതിക താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ആ സത്യത്തിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പറയുക, അതിനെ ആക്ഷേപിക്കാറുണ്ട്. ചിലതെങ്ങനെയാണല്ലോ ഈ രാഷ്ട്രീയക്കാർക്ക്, ചില രാഷ്ട്രീയക്കാരുടെ തന്ത്രങ്ങൾ കണ്ടിട്ടില്ലേ? ചില ആൾക്കാർ ചെയ്യുന്നത് നല്ലതാണെന്നറിയാം, പ്രതിപക്ഷം ചെയ്യുന്നത് നല്ലതാണെന്നറിയാം, അല്ലെങ്കിൽ ഭരണപക്ഷം ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെന്നറിയാം, എങ്കിൽ കൂടിയും ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക്, വോട്ടിന് വേണ്ടിയൊക്കെ ആ നല്ല കാര്യങ്ങളെ പ്രശംസിക്കുകയില്ല. അപ്പൊ അത് കാഫിറാണ്, അത് മറച്ചു വെക്കുകയാണ്. സത്യം അത് കൊള്ളാം, ജനോപകാരപ്രദമായ കാര്യമാണ് എന്നൊക്കെ അറിയാമെങ്കിലും ചില നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി സത്യത്തെ മറച്ചു വെക്കും. അങ്ങനെ വളരെ തുലോതുച്ഛമായ സത്യനിഷേധികൾ മാത്രമായി മക്കയിലും മദീനയിലും. ബാക്കി എല്ലാം അൽഹംദുലില്ലാഹ് ഒരു നല്ലൊരു സമൂഹത്തെ വാർത്തെടുത്തു. മക്കയിൽ നിന്നും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയൊരു ജനസഞ്ചയവുമായി മദീനയിൽ നിന്നും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു ജനസഞ്ചയവുമായി മക്കയിലേക്ക് വരികയാണ്. അതിനെയാണ് മക്കം ഫതഹ് എന്നറിയപ്പെടുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മക്കം ഫതഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുപ്രധാനമായ ഒരു ചരിത്ര സംഭവമാണ് മക്കം ഫതഹ് അഥവാ മക്ക വിജയം എന്ന് പറയുന്നത്. അങ്ങനെ മക്ക വിജയത്തിൽ അള്ളാഹിന്റെ റസൂലിന്റെ നാട്ടിൽ നിന്നും അടിച്ച് ഓട്ടിച്ച് അവസാനം ആ നാട് വിട്ടുപോയി. അവസാനം ആ നാടൊക്കെ പ്രവാചകന് അധീനമായി, ചോദ്യം ചെയ്യപ്പെടാത്ത രാജാവായി, ചോദ്യം ചെയ്യപ്പെടാത്ത ഭരണാധികാരിയായി, മക്കയുടെയും മദീനയുടെയും ഒക്കെ രണ്ട് രാജ്യങ്ങളുടെയും ഭരണാധികാരിയായി അല്ലാഹുവിന്റെ റസൂൽ വിജയശ്രീ ലാളിതനായി മക്കയിലേക്ക് വരികയാണ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന അബൂ സുഫിയാനെ പോലെയുള്ള കുറെ സത്യനിഷേധികൾ ഓടി ഒളിക്കുകയാണ്. ഇത് കണ്ടിട്ട് കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ ഉസ്മാൻ ഇബ്നു തുൽഹ കഅബയ്ക്ക് താഴെയിട്ട് പൂട്ടിയിട്ട് അദ്ദേഹവും ഓടി ഒളിക്കുകയാണ്. അവസാനം അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും ഇങ്ങനെ ഇരച്ചു വരികയാണ് മക്കയിലേക്ക് വരുമ്പോൾ ഒരു സ്വഹാബി ആവേശത്തോടെ പറഞ്ഞു, ഇന്നത്തെ ദിവസം പ്രതികാരത്തിന്റെ ദിവസമാണ്. ഇന്ന് വിശ്വാസികളല്ലാത്തവരെ എല്ലാവരെയും കൊന്നൊടുക്കുന്ന ദിവസമാണ്. ഇന്ന് പ്രതികാരത്തിന്റെ ദിവസമാണ്. ഞങ്ങൾ വിജയശ്രീ ലാളിതരായി വരികയാണെന്ന് ആവേശത്തോടെ ഒരു സ്വഹാബി പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പിടിച്ചു നിർത്തി. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ പറയരുത്. യൗമുൽ മർഹമ,
ഇന്നത്തെ ദിവസം കരുണയുടെ ദിവസമാണ്. ഇന്നത്തെ ദിവസം കരുണയുടെ, വിട്ടുവീഴ്ചയുടെ, സഹാനുഭൂതിയുടെ, ആർദ്രതയുടെ, കാരുണ്യത്തിന്റെ ദിവസമാണ്. യൗമുൽ മർഹമ, ഇന്ന് കരുണ ചെയ്യപ്പെടുന്ന ദിവസമാണെന്ന് പറയാൻ പറഞ്ഞു. അള്ളാന്റെ റസൂൽ സ്വഹാബി വിളിച്ചു പറഞ്ഞു, ഇന്ന് യൗമുൽ മർഹമ, ഇന്ന് കരുണ ചെയ്യപ്പെടുന്ന ദിവസമാണ്. അങ്ങനെ പോയി ഒളിച്ച അബൂ സുഫിയാനെ പോലെയുള്ള, ഉസ്മാൻ ഇബ്നു ത്വൽഹയെ പോലെയുള്ളവരൊക്കെ പോയി വീടുകളിൽ ഒളിച്ചിരുന്നു, മരണം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട്. പക്ഷെ അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബ ഷരീഫിന്റെ അടുക്കൽ വന്നു. ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ അടുക്കലേക്ക് താക്കോല് വാങ്ങാൻ അലി റളിയല്ലാഹു അൻഹു ഇരച്ചു കയറി ചെന്നിട്ട് ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ അടുത്ത് പറഞ്ഞു, അള്ളാന്റെ റസൂല് വന്നിരിക്കയാണ്, ആ ചാവി തരണമെന്ന് പറഞ്ഞു. അദ്ദേഹം കൊടുത്തില്ല. പക്ഷെ അലി റളിയല്ലാഹു അൻഹു പിടിച്ചു വാങ്ങിയിട്ട് അലി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ കൊണ്ട് കൊടുത്തു. അള്ളാന്റെ റസൂല് അതിങ്ങനെ തുറന്ന് അതിനകത്തുള്ള മറ്റുള്ള വിഗ്രഹങ്ങളൊക്കെ മാറ്റി ശുദ്ധീകരിച്ച് അബ്രഹാം പ്രവാചകൻ പ്രബോധനം ചെയ്ത പരിശുദ്ധ ഇസ്ലാമിന്റെ ആ ഏകദൈവാരാധന സിദ്ധാന്തം നടപ്പിലാക്കി പ്രവാചകൻ. എന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ആരെങ്കിലും കരുണ ആഗ്രഹിക്കുന്നവർ ഉണ്ട് എങ്കിൽ ഈ സദസ്സിലേക്ക് വരിക. അങ്ങനെ ഒളിച്ചിരുന്ന അബൂ സുഫിയാനും ഉസ്മാൻ ഇബ്നു ത്വൽഹയും തുടങ്ങുന്ന കുറേ ആൾക്കാർ അവിടെ വരികയാണ്, സത്യനിഷേധികളായ ആൾക്കാർ. എന്നിട്ട് അവര് അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ ഭയന്ന് വിറയ്ക്കുന്ന കരങ്ങളോടെ, വിതുമ്പുന്ന ചുണ്ടുകളോടെ, ഇടിക്കുന്ന നെഞ്ചുകളോടെ പ്രവാചകന്റെ അടുക്കൽ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുകയാണ്. അള്ളാന്റെ റസൂല് ചോദിച്ചു, നിങ്ങൾ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? അവർ പറഞ്ഞു, ഒരു മാന്യനായ നല്ലൊരു ആളിന്റെ സാമീപ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ അങ്ങിൽ നിന്നും പ്രതീക്ഷിക്കുന്നു എന്ന്. അള്ളാന്റെ റസൂല് പിന്നെ പറഞ്ഞ വാക്കുകൾ ഹദീസിന്റെ തങ്കത്താളുകളിൽ സ്വർണ്ണലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു, ഇദ്ഹബൂ അന്തുമു തുലകാ ലാ തസ്രീബ് അലൈക്കുമുൽ യൗം, ഇദ്ഹബൂ, നിങ്ങൾ പൊക്കോളുക. ആരോട്? ശത്രുക്കളോട്. അല്ലാഹുവിന്റെ റസൂലിനെ ദ്രോഹിച്ച, സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടി കൊട്ടിച്ച ആ സമൂഹത്തോടാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ഇദ്ഹബൂ അന്തുമു തുലകാ, നിങ്ങളെ ത്വലാഖ് ചെയ്തിരിക്കുന്നു, നിങ്ങളെ മോചിപ്പിച്ചിരിക്കുന്നു, നിങ്ങളെ വിട്ടിരിക്കുന്നു. ലാ തസ്രീബ് അലൈക്കുമുൽ യൗം, ഇന്നേ ദിവസം നിങ്ങളോട് എനിക്ക് യാതൊരു പ്രതികാരവും ഇല്ല എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ പറഞ്ഞ ഈ ഹദീസുകൾ ഇന്ന് ഹദീസിന്റെ തങ്കത്താളുകളിൽ സ്വർണ്ണ ലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത് കേട്ടിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, ധീരനും യോദ്ധാവും അതുപോലെ തന്നെ മുൻകോപക്കാരനൊക്കെ ആയിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു വല്ലാതെ വിഷമമുണ്ടായി. കാരണം എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹു ഈ ശത്രുക്കളെ കൊന്നുകളയണമെന്ന് ആഗ്രഹിച്ച ആളാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ കാരുണ്യം. അപ്പോഴാണ് കഅബയുടെ സൂക്ഷിപ്പുകാരനായ ഉസ്മാൻ ഇബ്നു ത്വൽഹ വിറച്ചു നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാനോട് ചോദിച്ചു, ഉസ്മാനെ, ഈ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? ഈ നിമിഷം നിനക്ക് ഓർമ്മ വരുന്നുണ്ടോ? ഉസ്മാൻ ഇബ്നു ത്വൽഹ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ ചാവി ഞാൻ ഒരിക്കൽ ആഗ്രഹിച്ചുകൊണ്ട് നിന്റെ മുമ്പിലേക്ക് വന്നു. ഞാൻ ചോദിച്ചപ്പോൾ നീ എന്നെ പരിഹസിച്ചു, നീ എന്നെ പുച്ഛിച്ചു. ഞാൻ അന്ന് പറഞ്ഞു, ഈ ചാവി എന്റെ കരങ്ങളിൽ വരുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന്. ആ പ്രവാചകൻ പറഞ്ഞു വെച്ച ആ പ്രവചനം പുലർന്ന ദിവസമായിരുന്നു മക്കം ഫതഹ്. സഹോദരങ്ങളെ മനസ്സിലാക്കണം, ദീർഘവീക്ഷണത്തോടുകൂടി പ്രവാചകൻ പറഞ്ഞ ആ ദിവസം പുലർന്നു മക്കം ഫതഹ്. എന്നിട്ട് ആ ചാവി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ആരെ ഏൽപ്പിക്കും ഈ ചാവി? സ്വഹാബികളെല്ലാം കരുതി. പ്രധാനപ്പെട്ട സ്വഹാബികൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, അലി റളിയല്ലാഹു അൻഹുവിനെ പോലെ എല്ലാ സ്വഹാബികളും ഒക്കെ ഇങ്ങനെ വിചാരിച്ചു, ഈ കഅബയുടെ ചാവി, ആ താക്കോല് സൂക്ഷിപ്പുകാരനായി ഞങ്ങളെ തിരഞ്ഞെടുക്കുമെന്ന്. ഇല്ല, ഒരിക്കലുമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ
മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുകയാണ്. ഒരാളുടെ കയ്യിലുള്ള സാധനങ്ങൾ അക്രമപരമായി പിടിച്ചു വാങ്ങാൻ പാടില്ല എന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം അവിടെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരികയാണ് അല്ലാഹുവിന്റെ റസൂൽ. ഈ കഅബയുടെ ഒരു കൂട്ടം ചാവി ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ കയ്യിലേക്ക് തന്നെ അല്ലാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഉസ്മാൻ, ഇത് നീയും നിന്റെ പിൻതലമുറക്കാരും സൂക്ഷിക്കണം. ഈ ചാവ് ഖിയാമത്ത് നാൾ വരെ അത് ഒരു അനുസ്യൂത പ്രവാഹം പോലെ തുടർന്നുകൊണ്ടേയിരിക്കണം. ഇനി ആരെങ്കിലും ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ കയ്യിൽ നിന്നും ഈ ചാവിയുടെ അധികാരം പിടിച്ചു വാങ്ങുകയാണെങ്കിൽ അവനേക്കാൾ അക്രമകാരി ആരുമില്ല എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. ഇന്നും സഹോദരങ്ങളെ, കഅബയുടെ ചാവി നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കൂ. കഅബയുടെ ചാവിയുമായി ബന്ധപ്പെട്ട വലിയൊരു ചരിത്രം കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂല് ആ ഒരു കൂട്ടം ചാവി ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ കയ്യിലേക്ക് നൽകുന്നു. എന്നിട്ട് പറയുന്നു, അന്ത്യനാൾ വരെ നീ ആയിരിക്കും, നിന്റെ പരമ്പരയായിരിക്കും ഈ കഅബയുടെ താക്കോല് സൂക്ഷിക്കേണ്ടത്. ഇന്നും ഈ ഇടയ്ക്ക് ഈ സമീപകാലത്ത് അതിന്റെ പിൻതലമുറയിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോയി. ഇന്നും ഈ കഅബയുടെ ചാവി എന്നത് ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ പിൻതലമുറക്കാരുടെ കയ്യിലാണ്. കഅബ ശരീഫ് കഴുകുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, ഹജ്ജിന്റെ ഇതൊക്കെ പൂർത്തിയായി മുഹറമായി ബന്ധപ്പെട്ട ആ സമയത്ത് ഈ പൗരപ്രമുഖന്മാരും അവിടുത്തെ ഇമാം സുദൈസ് ഉൾപ്പെടെ എല്ലാവരും, അവിടുത്തെ ഭരണാധികാരി സൽമാൻ, അദ്ദേഹം, ആ രാജാവും ഒക്കെ ചെന്നിട്ട് വളരെ ആദരവോടുകൂടി ഇന്നത്തെ അധികാരത്തിലിരിക്കുന്ന ആ കുടുംബത്തിന്റെ അഥവാ ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ ആ പരമ്പരയിൽപ്പെട്ട അവരുടെ അടുക്കൽ ചെന്ന് വളരെ ഭക്തിപൂർവം അവരിൽ നിന്നും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ ചാവി ഏറ്റുവാങ്ങിയിട്ടാണ് ഈ കഅബ ശരീഫ് ഒന്ന് തുറന്നു കൊടുക്കുന്നത്. സഹോദരങ്ങളെ, മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിട്ടുവീഴ്ചയും ആർദ്രതയും കാരുണ്യത്തെയൊക്കെ പറയുമ്പോൾ ഇത്തരം ചരിത്ര സംഭവങ്ങൾ നമുക്ക് എങ്ങനെയാണ് മറക്കാൻ കഴിയുന്നത്? ആ പ്രവാചകനെ സ്നേഹിക്കുക സഹോദരങ്ങളെ. ആ പ്രവാചകനെ സ്നേഹിക്കുന്നതിലപ്പുറം നമ്മൾ ഭൗതികമായ താല്പര്യങ്ങൾക്കാണ് നാം പ്രാധാന്യം നൽകുന്നത് എങ്കിൽ അള്ളാഹു പറയുന്നു, ഫത്തറബ്ബസൂ, നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. വിശുദ്ധ ഖുർആനിലെ 9-ാമത്തെ അധ്യായം സൂറത്ത് തൗബയിൽ അള്ളാഹു ഒരു താക്കീത് നൽകുന്നു. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടം വെക്കണം. ഇനി അതിനേക്കാൾ ഭൗതികമായ ചില വസ്തുക്കൾക്കാണ് എങ്കിൽ നിങ്ങൾ പ്രാധാന്യം നൽകുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ കഠോരമായ അദാബ്, ശിക്ഷ നിങ്ങളിൽ ഉണ്ടാകുമെന്നാണ് അള്ളാഹുവിന്റെ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ തൗബയിലെ 9-ാമത്തെ അധ്യായത്തിൽ അള്ളാഹു പറയുന്നു, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിൻ തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദുൻ ഫീ സബീലി ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഇന്നത്തെ ഖുത്ബയുടെ വിഷയമാണ്. അറബിയിൽ പറയുന്ന ആ ഖുത്ബയില അല്ലാഹു പറയുന്നു, ഖുൽ, നബി അങ്ങ് പറയണം, ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ, അല്ലാഹുവിനേക്കാൾ നിങ്ങളുടെ ഭൗതികമായ വസ്തുക്കളായ നിങ്ങളുടെ ഭവനങ്ങൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ കച്ചവടങ്ങൾ, അതുപോലെ തന്നെ ഭൗതികമായ ഏതെല്ലാം നിഅമത്തുകളുണ്ടോ ആ അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ അല്ലാഹുവിനെയും അവന്റെ റസൂലിനേക്കാളും നിങ്ങളുടെ ഈ ഭൗതിക ജീവിതത്തിലെ വിഭവങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഫത്തറബ്ബസൂ, മുഅ്മിനീങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി, അല്ലാഹുവിന്റെ കഠോരമായ അദാബിനെ, ശിക്ഷയെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. അല്ലാഹുവേ, എത്ര വലിയ താക്കീതാണ് സഹോദരങ്ങളെ. ഇന്ന് മുസ്ലിം സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ പ്രശ്നങ്ങൾക്കും കാരണം എന്താണ്? ദുനിയാവിനോടുള്ള സ്നേഹവും മരണത്തോടുള്ള ഭയവും. അങ്ങനെ ഒരു കാലഘട്ടം നിങ്ങളിൽ വന്നാൽ
ശത്രുക്കൾ നിങ്ങളെ ആക്രമിച്ചു കളയുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂല് മുഹമ്മദ് മുസ്തഫ. ദുനിയാവ് വേണ്ട എന്നല്ല, ദുനിയാവ് സമ്പാദിക്കണം. നമുക്കുള്ള സമ്പത്തിന് അനുസൃതമായി സക്കാത്ത് കൊടുക്കുകയും അതുപോലെ തന്നെ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട് നിങ്ങളെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ അല്ലാഹു ബി അംരിഹി, തീർച്ചയായും അള്ളാഹുവിന്റെ അതികഠിന കഠോരമായ അദാബ് ഉണ്ടാകും സഹോദരങ്ങളെ, പരീക്ഷണങ്ങളായി. ചിലപ്പോൾ വ്യക്തിപരമായി, കുടുംബപരമായി, അങ്ങനെ വ്യത്യസ്തമായ പരീക്ഷ നമ്മൾ പോലും അറിയില്ല. അപ്പൊ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന നിഅമത്തുകൾ, നമുക്ക് അള്ളാഹുവിനെ അവന്റെ റസൂലും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അള്ളാഹു സ്നേഹിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന വിഭവങ്ങൾ, അത് നമ്മൾ എന്ത് ചെയ്യണം? സമ്പത്തായാൽ അത് ദാനധർമ്മങ്ങൾ ചെയ്യുക. അതൊക്കെ നമ്മൾ ദീനിന്റെ ഭാഗമാണ്. ദീനിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾക്ക് സഹകരിക്കുക. എല്ലാത്തിനേക്കാളും ഭൗതികമായ സർവ്വ താല്പര്യങ്ങളെക്കാളും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കണമെന്നുള്ള സന്ദേശമാണ് സൂറത്തുൽ തൗബയിലെ ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അനുഗ്രഹീതമായ പ്രവാചകന്റെ ജന്മം കൊണ്ട് പുണ്യമായ ഈ റബീഉൽ അവ്വൽ മാസം നമ്മിൽ നിന്നും വിട പറയുമ്പോൾ നാം ഒന്ന് പരിചിന്തനം ചെയ്യുക, ഒരു പുനർവിചിന്തനം നടത്തുക. അല്ലാഹുവിന്റെ റസൂലിനെ നാം എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുകയും വരും നാടുകളിലെ പ്രവാചകനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് ആദ്യമായി എന്നോടും, എന്ന് പറഞ്ഞാൽ ഈ ഉപദേശിക്കുന്ന ഞാൻ പെർഫെക്റ്റ് എന്നല്ല പറയുന്നത്, ഞാനും നന്നാവണം, നമ്മൾ എല്ലാവരും നന്നാവണം. അപ്പോ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാകട്ടെ ഇനി അങ്ങോട്ട്. അള്ളാഹു നമ്മെ എല്ലാം ഈ കേട്ടതൊക്കെ അള്ളാഹു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദുആ ചെയ്യാനുണ്ട്. മരണപ്പെട്ട പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ മകൻ അഷ്റഫ് 4940 രൂപ സംഭാവന ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ അരിയാര് കുഞ്ഞ് ക്രസന്റ് 100 രൂപ സംഭാവന ചെയ്തിരിക്കുന്നു. MK മജീദ് അൽ അമീൻ മൻസിൽ 100 രൂപ, SH സലീം 100 രൂപ, AR ഷാഫി മകളുടെ പരീക്ഷ എളുപ്പമാകാൻ വേണ്ടി ദുആ ചെയ്യാൻ 200 രൂപ, മരണപ്പെട്ട മാതാപിതാക്കൾക്കും ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 100 രൂപ, മരണപ്പെട്ട മാതാപിതാക്കൾക്കും വീട്ടുമ്മാക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 251 രൂപ, ഒരു സഹോദരി ദുആ ചെയ്യാൻ 200 രൂപ, ജമാഅത്തിലെ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയായ അൽഹംദു ഗ്രൂപ്പ് 8000 രൂപ സംഭാവന ചെയ്തു. ഒരു സഹോദരി ദുആ ചെയ്യാൻ 2000 രൂപ, വയസ്സ് 45, ചെറിയ വെള്ളത്തിന്റെ പ്രശ്നമുണ്ട്, കണ്ണാടി വെക്കേണ്ടെന്ന് വിചാരിച്ചാൽ. എന്തായാലും അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ സ്വതക്കകളൊക്കെ അള്ളാഹു സ്വീകരിച്ച് അവരുടെ ഉദ്ദേശങ്ങൾ എന്താണോ അള്ളാഹു അത് സഫലീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد. യാ അർഹമർ റഹീമിനായ തമ്പുരാനെ, അനുഗ്രഹീതമായി വെള്ളിയാഴ്ച ഞങ്ങളുടെ ഒരുമിച്ച് കൂടുന്ന ഈ സ്വാലിഹായ അമലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ റഹ്മാൻ.